ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്ന് സോയ ചങ്ക്സ് വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 250 ml കപ്പിന് 1 കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇത് നമുക്ക് കുതിരാൻ വെക്കണം. അതുപോലെ 250 ml കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇത് ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കാം. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന സോയാ ചങ്ക്സ് ഇവിടെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സോയാ ചങ്ക്സും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേറെ എണ്ണയൊന്നും ഞാനിത് ചേർക്കുന്നില്ല, നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക, കുരുമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. സബോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സബോളയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചെറിയ സബോളയാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ അധികമായി പോകരുത്, അധികമായാൽ ബിരിയാണിക്ക് ഭയങ്കര കുത്തലായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ മസാലകൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 പിടി മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ 1 പിടി പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ അരിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. സോയാ ചങ്ക്സും കൂടെ വേകാൻ വേണ്ടിയാണ് 5 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ നാരങ്ങാ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി. ഇനി പാത്രം മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ ബിരിയാണി വേവിച്ചെടുക്കാം. ബിരിയാണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവാണ്. നോയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി.
അത് സോയാ ചങ്ക്സ് വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.